സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ചേർത്തി പറയുകയാണ്. എന്താണെന്നറിയോ? സാധാരണ മുജാഹിദ് പറയും, എന്താ പറയുന്നത്? മുഹ്യിദ്ദീൻ ഷെയ്ഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നതും, അതുപോലെ തന്നെ യേശുവെ കാക്കണേ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നതും ഒരുപോലെയാകുന്നു എന്ന് സാധാരണ നാഗിഴക്ക് 40 വട്ടം നാക്കിട്ടടിക്കാറുണ്ട് മുജാഹിദുകൾ. കഥയില്ലാത്തത് കൊണ്ടാണ്, ചിന്താശൂന്യതയുള്ളത് കൊണ്ടാണ്, ബാലേട്ടൻ മുസ്ലിമാണെന്ന് പറയാൻ മാത്രമുള്ള വിവരമേ അവരുടെ കയ്യിലുള്ളൂ എന്നതുകൊണ്ടുമാണ്. എന്തേ കാര്യം? അങ്ങനെ മുസ്ലിമീങ്ങളാരും വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ യേശുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ മനസ്സിലുള്ള വിശ്വാസമല്ല മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. ഗുരുവായൂരപ്പ കാക്കണേ എന്ന് ഹിന്ദു പറയുമ്പോ അവന്റെ മനസ്സിലുള്ള വിശ്വാസമല്ല മുസ്ലിം മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഉള്ളത്. എന്താ കാരണം? ഈ ക്രിസ്ത്യാനികൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാലത്തിൽ യഹൂദു ഉസൈറു ബിനുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ബിനുല്ലാഹ്. ക്രിസ്ത്യാനികളെ വിശ്വാസം എന്താ? മസീഹ് യേശു ദൈവപുത്രനാകുന്നു എന്നാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കുന്നത് യേശുവേ കാക്കണേ എന്ന് പറയുമ്പോ അവർ വിളിക്കുമ്പോ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താ? യേശു ദൈവപുത്രനാകുന്നു എന്നാണ്. അതുപോലെയാണോ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയുന്നത്? അല്ല. എന്തേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? മുഹമ്മദ് നബി ദൈവപുത്രനാണ് എന്നാണോ? അല്ല. പിന്നെന്താണ്? അബ്ദുഹു വറസൂലുഹു എന്നാണ്. അപ്പൊ എങ്ങനെ ഇത് രണ്ടും ഒരുപോലെ ആകുക? ഇത് ചിന്താശൂന്യത കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുന്ന ഹിന്ദു, അവന്റെ മനസ്സിലുള്ള വിശ്വാസം എന്താ പ്രിയപ്പെട്ടവരെ? ഗുരുവായൂരപ്പനിൽ ദൈവത്തിന്റെ അവതാരമാണ് ഗുരുവായൂരപ്പൻ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഗുരുവായൂരിലേക്ക് പോകുന്നത്, അവിടെ പോയി വിളിക്കുന്നത്, ഗുരുവായൂരപ്പന് സഹായത്തിന് ക്ഷണിക്കാനും രക്ഷിക്കാനും പ്രാർത്ഥിക്കുന്നത്. മുസ്ലിങ്ങളായ നമ്മൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ദൈവത്തിന്റെ അവതാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ വിശ്വാസം എന്താ? ദൈവ അവതാരാണെന്നുമല്ല, ദൈവപുത്രനാണെന്നുമല്ല, അബ്ദുഹു വ വലിയുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയാണ്. അപ്പൊ ഇങ്ങനെ ഇവനത് ശിർക്കാകുക? മുജാഹിദ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ശിർക്കാവൂല. ഇവിടെയാണ് നമ്മളുള്ളത്. ഇത് ശരിക്ക് അണപ്പൈ തീർത്തു മനസ്സിലാക്കിയാൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ മുജാഹിദുകൾക്ക് കഴിയൂല. അതുകൊണ്ടാണ് ഈ വിശ്വാസമില്ലാതെ മഹാത്മാക്കളെ, നിങ്ങൾ ഇവിടെ നേരത്തെ ഓതിയ ഇംതദുഉഹും ഉൾപ്പെടെയുള്ള സർവ്വ ആയത്തുകളും, ആ ആയത്തിലൊക്കെ ഉള്ളതെന്താ? മുജാഹിദ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഓതുന്ന ആയത്തുകളിലൊക്കെ ഉള്ളതെന്താണെന്നറിയോ? അത് ആ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ വിളിച്ചിരുന്ന, ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിച്ചിരുന്ന വിളിയെ കുറിച്ചാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളായ നമ്മളോ, നമ്മൾ ആ വിളിക്കുന്നില്ല, അള്ളാഹുവിനെ മാത്രമേ അങ്ങനെ വിളിക്കുന്നുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹതയുള്ളത് അള്ളാഹു മാത്രമാകുന്നു എന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നു എന്ന് മാത്രമല്ല, ഈ വിശ്വാസം ആരാധനക്ക് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇല്ല, ബദരീങ്ങളില്ല, റസൂലുള്ളാഹി ഇല്ല, വേറെ ഒരു ശക്തിയുമില്ല എന്ന് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നവരാണ് അഹ്ലു സുന്ന പ്രസ്ഥാനം. പിന്നെ എങ്ങനെ നമ്മൾ മുശ്രിക്കാന്ന് പറയാ? എന്താണ് ഇവർ ഈ പറയുന്നത്? അതുകൊണ്ടാണ് ലോകത്ത് ഇവിടെ പറഞ്ഞില്ലേ, ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ, രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ്, മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എല്ലാവരും ഇനിയും പറയാനുണ്ട്. അവരൊക്കെയും റസൂലുള്ളാഹിനെ വിളിക്കുന്നു, തേടുന്നു, അപേക്ഷിക്കുന്നു, സഹായം ചോദിക്കുന്നു. ശിർക്കാണെന്നില്ല. ഇനി പറയണോ? 14 നൂറ്റാണ്ടിലെ കഥകൾ ഈ നിന്ന നിറപ്പിന് നേരത്തെ പറഞ്ഞില്ല 100 ഞാൻ പറയും. ഇവിടെ ഇരിക്കുന്ന കിതാബൊക്കെ കഥ സമയം വൈകുന്നു പേടിച്ചിട്ടാണ്. ഒന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വഹാബത്തിന്റെ കാലത്ത്, സ്വഹാബികളുടെ കാലത്ത് നോക്കൂ നിങ്ങൾ. ആരാ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ കാലത്ത് 1100 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബാണിത്. എത്ര? ഇന്നലുള്ള മുജാഹിദ് ഇറക്കിയ ₹1.25 പുസ്തകമല്ലത്. 1100 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം. ഇതിലെന്താ പറയുന്നത്? ഹിജറ 50കളിൽ നടന്നൊരു സംഭവം പറയുന്നു. 4 ഖലീഫമാർക്ക് ശേഷം സഹോദരങ്ങളെ, ഇസ്ലാമിക രംഗത്ത് മദീനയിലേക്ക് ഒരു പുതിയ ഗവർണർ വരികയാണ്. ആ ഗവർണർ വരുമ്പോ അത് മദീനക്കാർ അറിയുമ്പോ അവർ ചിന്തിക്കുന്നു, പടച്ചോനെ, അയാളാ
സിയാദ് ബിൻ അബീഹി എന്ന് പറയുന്നയാൾ കൂഫയിലെ ഗവർണറാ. അയാൾ എങ്ങോട്ട് കൂടി പറഞ്ഞേക്കുകയാണെങ്കിൽ അയാൾ അക്രമിയാണ്, ദുർമാർഗിയാണ്. അയാൾ ഇവിടുത്തെ ഗവർണറായി വന്നാൽ ഇവിടെ ഞങ്ങൾക്ക് സ്വാസ്ഥ്യം നഷ്ടപ്പെടും മദീനക്കാര് വിചാരിക്കുന്നു. പരിഹാരത്തിന് അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഫജ്തമഅ സ്വഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ അതാ മദീനയിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്നു. ചെറിയവരുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, വലിയവരുണ്ട്. സഹോദരങ്ങളെ, എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ചാരത്തേക്ക് പോകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് വെട്ടിപ്പൊളിക്കും. എന്റെ മേലുണ്ടാ മുജാഹിദിന്റെ സഹോദരങ്ങളെ, ആ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി അവര് പ്രാർത്ഥിക്കുന്നു. എന്താണ് ബഹുമാനപ്പെട്ട സൈമത്തുൻ നുജൂമിൽ അവാലി എന്ന ഗ്രന്ഥം നോക്കിയാൽ കാണാം. വഖദ്ദമു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, സ്വഹാബികളെ വലിയ പണ്ഡിതനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ മുന്നിലേക്ക് നേതൃത്വം ഏൽപ്പിക്കുന്നു. റസൂലുള്ളാഹിന്റെ ജാറത്തിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. എന്തിന്? ഈ ദുർമാർഗിയായ ഗവർണറുടെ ഷർറ് അയാൾ ഇവിടുന്ന് മദീനത്തുനിന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി. സ്വഹാബികളാ ചെയ്യണ പണി എന്താ? ജാറത്തിങ്കൽ പോകലാണ്. വിശ്വാസ കാര്യങ്ങൾ എന്നുള്ള ബുക്കുണ്ട് അവിടെ അടുത്താണ്. ജാറത്തിങ്കൽ പോകലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ആ സ്വഹാബത്ത് ചെയ്യുന്നു. എത്ര ദിവസമാണ് പ്രാർത്ഥിക്കുന്നതെന്നോ? സലാസത അയ്യാം, 3 ദിവസം പ്രാർത്ഥിക്കുന്നു. മുജാഹിദ് പഠിപ്പിക്കുന്നത് എന്താണ്? ആ ഖബറിന്റെ അടുക്കൽ പോയി വിഷമങ്ങൾ തീരുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. അവനെ കൊല്ലൽ നിർബന്ധമാകുന്നു. അൽമനാർ കഴിഞ്ഞോ? മുജാഹിദുകളുടെ തീവ്രവാദി മാസിക അവർ എഴുതുന്നത് എന്താണ്? ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി മഖ്ബറകൾ തേടിപ്പോകുന്നത് മുസ്ലിങ്ങളുടെ ശൈലിയല്ല. അങ്ങനെ പോയാൽ അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാകുന്നു. മലയാളാണ്, ആർക്കും വന്ന് നോക്കാം. 4 വിശേഷണ. ഏതൊക്കെ? ഒന്ന് മക്കാ മുശ്രിക്ക്, വേറൊന്ന് ജൂതൻ, മറ്റൊന്ന് ക്രിസ്ത്യാനി, മറ്റൊന്ന് കാഫിർ. ഇത് 4 കൂടി ആളാണ്. ആര്? ജാറങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് പോകുന്നവൻ എന്ന് കേരളത്തിലെ മുജാഹിദുകൾ പഠിപ്പിക്കുന്നു. അപ്പോ ഈ സ്വഹാബികൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുന്നു. അവരൊക്കെ പാരായി? ഇവരുടെ ഭാഷയിൽ കാഫിറായി, മുശ്രിക്കായി, ജൂതനായി, ക്രിസ്ത്യാനിയായി. മഅദല്ലാഹ്. 3 ദിവസം പ്രാർത്ഥിക്കുമ്പോ എന്തുണ്ടായി? സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു. ഫഖറജത് ഫീ കഫിഹി ബസ്റത്തുൻ, ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തുന്നു. അങ്ങനെ സുമ്മഹക്കഹാദ് ചൊറിച്ചിലായി, സുമ്മ സറത്ത് അത് വ്യാപകമായി, വസ്വദ്ദത്ത് ബസാറത്ത് ആക്കിരത്തൻ സൗദാ അത് ക്യാൻസറായി മാറുന്നു. അയാൾ 18 ദിവസം കൊണ്ട് മരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിങ്കൽ പോയി ഹബീബിന്റെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. ഉദ്ദേശം നിറവേറുന്നു. നേതൃത്വം നൽകുന്നത് സ്വഹാബികളിലെ ഏറ്റവും വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരാ രേഖപ്പെടുത്തി വെക്കുന്നത്? ശൈഖുനാ കാന്തപുരം ഉസ്താദല്ല, താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയല്ല, കണ്ണിയത്ത് ഉസ്താദല്ല. ഇത് എഴുതി വെച്ചിട്ടുള്ളത് ആരാ?
1100 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. മുറൂജുദ് ദഹബ്, മസ്ഊദിയുടെ മുറൂജുദ് ദഹബ് എന്ന ഗ്രന്ഥം ആർക്കും വന്ന് നോക്കാം. ഹർക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയുന്നവരുണ്ടോ? നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. മുജാഹിദ് പറയുന്നതോ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? നമ്മൾ ഈ സ്വഹാബത്ത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ കൂടെ നിൽക്കണോ? അതല്ല ജാഹിലുകളായ ഈ മൗലവിമാർ എഴുതി പിടിപ്പിച്ചതിന്റെ പിന്നിൽ നിൽക്കണോ? വിശ്വാസികളോടാണ് ഞാൻ സംവദിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് പഠിപ്പിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ. സ്വഹാബികൾക്ക് ശേഷം ഇനി വേണോ സ്വഹാബികൾ? മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സിറിയയിൽ നിന്ന് അതാ ഡമസ്കസ് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായ വിവരം പറയാൻ വേണ്ടി മദീനയിലുള്ള ഖലീഫ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തുന്നു. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് മഹാനെത്തുന്നത്. അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു, തിരിച്ചു പോവുകയാണ്. പക്ഷേ മഹാൻ ചിന്തിക്കുന്നു, ഇനി എനിക്ക് 7 ദിവസം യാത്ര ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ യാത്രാ ദൈർഘ്യം ഒന്ന് ചുരുങ്ങി കിട്ടണം. എവിടേക്ക്? ഡമസ്കസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ്. അത് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായ വിവരം പറയാനാ വന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്യുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിങ്കലേക്ക് പോകുന്നു. അവിടുത്തെ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, റസൂലിനോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഷാമിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതാ ചരിത്രത്തിൽ കാണുന്നു, നോക്ക് നിങ്ങൾ, 7 ദിവസം കൊണ്ടാണ് മദീനയിൽ എത്തുന്നത്. ഷാമിലേക്ക്, ഡമസ്കസിലേക്ക് തിരിച്ചു പോകുന്നതോ 2.5 ദിവസം കൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചെത്തുന്നത്. 7 ദിവസമുള്ള യാത്ര തിരിച്ചു പോകുമ്പോ 2.5 ദിവസമായി ചുരുങ്ങുന്നു. എന്താ കാരണം? ബിദുആഇഹി ഇൻദ ഖബരി റസൂലില്ലാഹി, ഹബീബായ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാരണത്തിനാൽ മുജാഹിദ് പറഞ്ഞത് എന്താ? റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ ചെന്ന് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്. ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. പരിശുദ്ധ ഖുർആൻ അവർക്ക് പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവരാ. ആ ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി ഇവരുടെ ഭാഷയിൽ മുശ്രിക്ക്, കാഫിർ, ജൂതന്, ക്രിസ്ത്യാനി. മഅദല്ലാഹ്. കഴിഞ്ഞില്ല. തന്റെ വഴി ഒന്ന് ചുരുക്കി കിട്ടി, ഒന്ന് അടുപ്പിച്ച് കിട്ടാൻ റസൂലുള്ളാഹിനെ കൊണ്ട് റെക്കമെൻഡ് തേടുന്നു. റസൂലുള്ളാഹിയോട് റെക്കമെൻഡ് തേടുന്നു, ശഫാഅത്ത് തേടുന്നു. ശിർക്കാണ് എന്നല്ല. അതുകൊണ്ട് അയാൾ 7 ദിവസമുള്ള യാത്ര സഹാബിയുടേത് 2.5 ദിവസമായി ചുരുക്കി കിട്ടി. പറയുന്നത് ആരാ? ഇമാം നവവി റഹിമഹുല്ലാ. തൗഹീദും ശിർക്കും അറിയാത്തവരാണോ? ലോക മുസ്ലിമീങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതനാ, അവരാണ് ഇത് പഠിപ്പിക്കുന്നത്. മുജാഹിദ് പറഞ്ഞത് എന്താ? ഓ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ഇനി വേറൊരു പദം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം അവിടെ നിർത്തിയതാ. നിങ്ങൾ ചിന്തിക്കണം, സ്വഹാബത്ത് ചെയ്യുന്നു. ഇത് നിങ്ങൾക്കറിയണോ? താബിഉകളിൽ പ്രമുഖരാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ. ആ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ ആരാണ്? ഹിജ്റ 30കളിൽ ജനിച്ച മഹാൻ, എത്രയോ സഹാബികളെ നേരിൽ കണ്ട മഹാൻ, സഹീഹുൽ ബുഖാരിയിൽ 18 തവണ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാൻ, സഹീഹ് മുസ്ലിമിൽ 34 തവണ ഹദീസ് ഉദ്ധരിച്ച മഹാൻ. ആ മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ മുദർരിസാണ്. കാന യജ്ലിസു മഅ സ്വഹാബിഹി, തന്റെ ശിഷ്യഗണങ്ങളോടുകൂടെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ഫകാന യുസീബുഹു സുമാതുൻ, അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവുകയാണ്, അദ്ദേഹം മൗനിയാവുകയാണ്. അപ്പൊ അദ്ദേഹം ഫകാന യഖൂമു കമാ ഹുവ, അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഹത്താ യള ഖദ്ദഹു അല ഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോകുന്നത് മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്തുള്ള ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ പോകുന്നു. എന്നിട്ട് തന്റെ കവിൾത്തടം ആ ഖബറിനോട് ഇങ്ങനെ ചേർത്തി വെച്ച് കുറേ സമയം അവിടെ ചെലവഴിക്കുക.
റസൂലുള്ളാന്റെ ജാറത്തിങ്കൽ ചെലവഴിക്കുക. സുമ്മറയർജിയുള്ളൂ, മടങ്ങി വരുന്നു. അപ്പൊ ചോദ്യം, എന്തേ ഉസ്താദെ സംഭവിച്ചത്? ശിഷ്യന്മാരുടെ ചോദ്യം. ഫഖാല, അദ്ദേഹം മറുപടി പറയുന്നു, ഇബ്നുൽ മുൻകദിർ, ഇന്നഹു യുസീബുനി ഖതറുൻ, എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, എനിക്ക് ടെൻഷൻ പിടിപെട്ടു. അങ്ങനെ ഉണ്ടായാൽ ഞാൻ എന്താ ചെയ്യലെന്നറിയോ? നോക്കൂ നിങ്ങൾ, ഫൈദാ വജത്തു ദാലിക, അങ്ങനെ എനിക്ക് പ്രയാസമുണ്ടായാൽ ഇസ്തഅൻതു ബിഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കൽ ചെന്ന് ഞാൻ സഹായം തേടും, റസൂലിനോട് സഹായം തേടും. അത് ശിർക്കല്ല, അത് കുഫ്റല്ല. ആരാത് പറയുന്നത്? സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി 18 തവണ ഹദീസ് ഉദ്ധരിച്ച മഹാപണ്ഡിതൻ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ മാലിക് ഇമാമിന്റെ ഉസ്താദായ ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ, ഹിജ്റ 30കളിൽ ജനിച്ചവർ, 1400 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇനി വേണം 100 എണ്ണം. മുജാഹിദ് പറഞ്ഞത് എന്താ? അങ്ങനെ ജാറത്തിങ്ക പോയി ഉദ്ദേശ സാഫല്യത്തിന് പോയ മുശ്രിക്ക്, കാഫിർ, ജൂതന്, ക്രിസ്ത്യാനി. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തിത്തരാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാമുൽ അഇമ്മ, ലോക പ്രശസ്ത പണ്ഡിതൻ അല്ലേ? ഖുർആൻ അറിയാത്തവരല്ല, പഠിക്കാത്തവരല്ല, തൗഹീദ് മനസ്സിലാക്കാത്തവരല്ല, ലോക മുസ്ലിമീങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ച പണ്ഡിതൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റ 150-ലാണ്. അന്നാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. രണ്ടുപേരും കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയുള്ളത് ഇറാഖിലെ ബഗ്ദാദിലാണ്. ഷാഫി ഇമാം പറയുന്നു, ഇന്നി ലഅതബറകു ബിഅബീ ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. അവരുടെ മഖ്ബറയിൽ പോയി സിയാറത്തിന് ഞാൻ ബഗ്ദാദിലാകുമ്പോ എല്ലാ ദിവസവും പോകുന്നു. അവിടെ പോയി ഞാൻ ബറക്കത്തെടുക്കുന്നു. ജാറത്തിങ്ക പോയി ബറക്കത്തെടുക്കുന്നു. മുജാഹിദ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നതോ, ജാറത്തിങ്കൽ മഖ്ബറയിൽ പോയി ബറക്കത്തെടുക്കുന്നത് ശിർക്കാണ്, കുഫ്റാണ്. നമ്മൾ ആരെ കൂടെ കൂടണം? ഷാഫി ഇമാം പറയുന്നു അത് തൗഹീദാണ്. മുജാഹിദുകൾ പറയുന്നു അത് ശിർക്കാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കേണ്ടത്? ജാറത്തിങ്കൽ പോണെന്ന് പറഞ്ഞ ഷാഫി ഇമാമിന്റെ കൂടെയോ, കഥയില്ലാത്ത മതമറിയാത്ത ജാഹിലുകളായ ഈ മൗലവിമാരുടെ കൂടെയാണോ? വിശ്വാസികളോട് ചോദിക്കാനുള്ളത് അതാണ്. എന്നിട്ട് ഷാഫി ഇമാം പറയുന്നു, ഫൈദാ അറളത് ലീ ഹാജത്തുൻ, എനിക്ക് പ്രത്യേകമായ വല്ല ആവശ്യവും വന്നാലോ, സ്വല്ലൈതു റക്അതൈനി, പ്രത്യേകം ചില ആഗ്രഹം നിറവേറാറുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി എന്താ? 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് ഉദഊനി അസ്തജിബു ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആയത്ത് 7-ാം വയസ്സിൽ മനഃപ്പാടമാക്കിയ ആളാ ഷാഫി ഇമാം. ഷാഫി ഇമാം പറയുന്നു, ഞാൻ അവിടെ നിന്ന് ദ്വാർക്കൂല, നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഞാൻ പോകും. എങ്ങോട്ട്? അതാ അബൂ ഹനീഫയുടെ മഖ്ബറയാണ് അവിടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ മഖ്ബറയുടെ തൊട്ടരികിലുണ്ട് മഹാനവരുടെ പള്ളി. പള്ളിയോട് ചാരിയാണ് ആ മഖ്ബറ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഷാഫി ഇമാം പറയുന്നു, ആ പള്ളിയിൽ വെച്ച് ഞാൻ നിസ്കരിച്ചാൽ അവിടെ നിന്ന് ഞാൻ ദ്വാർക്കൂല. ദ്വാരക്കാൻ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? വജിഅ്തു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ പോകുന്നു. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, ജാറത്തിങ്കൽ വെച്ച് ഞാൻ ദ്വാരക്കുന്നു. അങ്ങനെ ദ്വാരന്നാൽ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ ഉദ്ദേശം നിറവേറാതിരുന്നിട്ടില്ല. ആരാത് പറയുന്നത്? 7-ാം വയസ്സിൽ ഖുർആൻ മുഴുവൻ പഠിച്ച, ഹിഫ്ളാക്കിയ, മനപ്പാടമാക്കിയ, 10-ാം വയസ്സിൽ കിതാബുൽ മുവത്ത എന്ന ലോക പ്രശസ്ത 1000കണക്കിന് ഹദീസുകളുള്ള മുവത്ത എന്ന കിതാബ് മനപ്പാടം പഠിച്ച ഷാഫി ഇമാം പറയാണ്, കുട്ടികളെ ഇതൊന്നും ശിർക്കല്ലട്ടോ, ഇതൊക്കെ തൗഹീദാ, ഞാൻ ഇതൊക്കെ കൃത്യമായി ചെയ്യാറുള്ള ആളാണ്. നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കണോ? കഥയില്ലാത്ത മുജാഹിദ് പഠിപ്പിക്കുന്നത് എന്താണ്? അത് ശിർക്കാണ്, കുഫ്റാണ്, ബിദ്അത്താണ്, നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാവുന്ന പരിപാടിയാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? നമ്മൾ ആരെ കൂടെ നിൽക്കണം? ഷാഫി ഇമാം പഠിപ്പിക്കുന്ന തൗഹീദിന്റെ കൂടെ നിൽക്കണോ? വിവരമില്ലാത്ത മൗലവിമാര് പറയുന്നതിന്റെ പിന്നിൽ നിൽക്കണോ? വിശ്വാസികളോട് ചോദിക്കാനുള്ളത് അതാണ്. 100 എണ്ണം വേറെയും പറയാനുണ്ട്. എല്ലാം കൂടി പറയുമ്പോൾ ചോദ്യം ഉത്തരം നടക്കൂല എന്നതുകൊണ്ട് ചോദ്യകർത്താക്കളുടെ നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല. ഇനിയും ചോദ്യങ്ങൾ തുടരുന്നു. പറയേണ്ടി വരികയാണ്. ഈ നിന്ന തീർപ്പിൽ സുബ്ഹി വരെ പറയാനുള്ള ഇൽമ പടുണ്ട്. ഇന്ത്യക്കുള്ള ഇൽമ് അല്ല, എന്റെ പവർ വരെയല്ല, എനിക്കറിയാത്ത, ഞാൻ എന്റെ ഇൽമ അല്ലാത്ത ഇൽമ മൂപ്പരൊക്കെ 100 എണ്ണം വേറെയുണ്ട്. ഇത് ലോകം കണ്ട ഇമാമുകളായ ഇമാമുകളൊക്കെ സഹോദരങ്ങളെ
റസൂലുള്ളാഹിനെ വിളിക്കണമെന്നും ഇസ്തിഗാസ ചെയ്യണമെന്നും ശഫാഅത്ത് ചോദിക്കണമെന്നും തവസ്സുൽ ചെയ്യണമെന്നും പറഞ്ഞവരാണ്, അത് രേഖപ്പെടുത്തി വെച്ചവരാ. എന്റെ കയ്യിലുള്ള കിതാബ് പറഞ്ഞാൽ തന്നെ തീരൂല. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അപ്പുറം 100 എനിക്ക് വായിക്കാണ്ട്, 100 കണ്ടോ. ഇമാം ഹാക്കിം, ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ ഇമാം ഹാക്കിം തന്റെ താരീഖു നൈസാബൂർ എന്ന ഗ്രന്ഥത്തിൽ, നൈസാബൂറിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ, ഏറ്റവും വലിയ പണ്ഡിതനായ അബുൽ വലീദുൽ ഫഖീഹ് എന്ന് പറയുന്ന പണ്ഡിതനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന സംഭവം മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കിതാബാണിത്, അൽ ഗുഞ്ഞത്ത്. ഈ കിതാബിൽ ഗുഞ്ഞത്ത് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോകണം, പോയിട്ട് ഇസ്തിഗാസ ചെയ്യണം, തവസ്സുൽ ചെയ്യണം, ശഫാഅത്ത് ചോദിക്കണം. അതിന്റെ പദങ്ങൾ വരെ പഠിപ്പിച്ചു തരുന്നു. നവവി ഇമാമിന്റെ വിശ്രുതമായ ഗ്രന്ഥമുണ്ട്, തബഖാത്തുൽ ഞാനൊന്നും വിശദീകരിക്കും, വെറുതെ പറയല്ല. അറബി അറിയുന്നവർക്ക് ഇതൊക്കെ നോക്കാം. ഇമാം നവവിയുടെ തബഖാത്തുൽ ഫുഖഹാഇ ശാഫിഇയ്യ, എത്ര മഹാത്മാക്കളെ കൊണ്ട് ഇസ്തിഗാസയും തവസ്സുലുമാണ് ഇതിൽ പറയുന്നത്. അവരൊക്കെ ഇത് ചെയ്തവരാ. ശിർക്കാണെന്ന് ലോകത്ത് ഖുർആൻ പഠിച്ച ഒരൊറ്റ പണ്ഡിതനും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയയും ശിങ്കിടികളുമല്ലാതെ ലോകത്ത് ദീൻ പഠിച്ച ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ദീർഘമായെങ്കിൽ ക്ഷമിക്കണം, ഈ വിഷയം ഗൗരവമായതുകൊണ്ട് കുറച്ചു കൂടുതൽ പറഞ്ഞതാണ്. ഇനി അങ്ങനെ ദീർഘിച്ച് പറയും നിങ്ങളാരും പൂതിപ്പെടും വേണ്ട. ചോദ്യവും ഉത്തരം ഇനി നടക്കും. 2 ഉസ്താദുമാരുടെ ഈ വിശാലമായ വിശദീകരണത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു സംശയം ചോദിച്ചിട്ട് വേറൊരു വിഷയത്തിലേക്ക് ഞാൻ പോവും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കളോട് അവർ പ്രവാചകന്മാരാണ്, ഔലിയാക്കളാണ്, ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനല്ല, അങ്ങനെയുള്ള ഒന്നും ചിന്തിക്കാതെ ഏത് സഹായം ചോദിക്കാം, അല്ലെങ്കിൽ ചോദ്യത്തിന് പരിധിയുണ്ടോ, അതല്ല എന്തും ചോദിക്കാമോ? ഒന്ന് ഒറ്റ വാക്കിൽ വിശദീകരിക്കാം. അള്ളാഹു ആണ് ഇതെല്ലാം സൃഷ്ടിച്ചു തരുന്നവൻ. ഇവർ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അതിന് കാരണക്കാരാണ് എന്ന നിലക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ വാപ്പയുടെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ എന്റെ ഉമ്മമാനെ ജീവിപ്പിക്കണ ഈസാ നബിയെ എന്ന് ഞാൻ ചോദിച്ചാൽ അത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ചിലപ്പോ ജീവിച്ച് കിട്ടണമെന്നില്ല എന്നുള്ളൂ. അതിന് സംഗതി ശിർക്കൊന്നും ആവൂല. അപ്പൊ ചോദിക്കാം. ചോദിക്കാൻ കുഴപ്പമില്ല, ശിർക്കാവൊന്നുമില്ല. സംഗതി നിങ്ങളിങ്ങനെ ചോദിക്കാന്നല്ല, സംഗതി നടന്നോളന്നില്ല. അതാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ കുഴപ്പമൊന്നുമില്ല. ചോദിക്കുന്നത് തെറ്റില്ല, ഒരു കുഴപ്പമില്ല. അവിടെ കട്ടെ, ഈസാനി കിടക്കട്ടെ, അള്ളാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കുമല്ലോ, അതിൽ സംശയമില്ലല്ലോ. നമ്മൾ പിടിച്ച പടച്ചോനെ എന്റെ വല്യമ്മ മരിച്ചെടുക്കണം, ഒന്ന് ജീവിപ്പിക്കണം വെച്ചിട്ട് നമുക്ക് കാര്യമുണ്ടോ? വെറുതെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ അള്ള ജീവിപ്പിക്കോ? ഇല്ലേ. പിന്നെ ഇപ്പൊ ഈസാ നബിനെ മേക്കട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. പടച്ചോപ്പത് കഴിയുന്ന ആളാണല്ലോ. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവനും അള്ളാഹുവാണ് മരിപ്പിക്കുന്നവനും. എന്നാ നമ്മളിന്റെ വല്യമ്മ മരിച്ചെടുക്കണേ, പടച്ചോനെ എന്റെ വല്യമാനൊന്ന് അയാത്തായി കാട്ടെ, നിങ്ങൾ സുജൂദ് കടന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പടച്ചോൻ തിരിഞ്ഞു നോക്കുവോ? വല്യമാനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മയ്യത്ത് പറടക്കില്ലേ, വല്യമ്മ അവിടെ നാറാൻ തുടങ്ങും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട മാതിരി അവിടെ ചെയ്യുക, കബറടക്കുക, പൂതാക്കുക, പിന്നെ ജീവിപ്പിക്കുക, മരിപ്പിക്കുക, എന്താ വെച്ചാൽ അള്ളാഹ് അതിന്റെ മട്ടം പോലെ ചെയ്തോട്ടെ. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക. അതാണ് ഇപ്പൊ അതിന്റെ സംഗതി. അഞ്ഞി പറയും. ചോദിക്കുന്നുണ്ട് തെറ്റില്ല, ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നത്തിന്റെ ഒരു കുഴപ്പമില്ല. എന്റെ അടുത്ത ചോദ്യം മറഞ്ഞ കാര്യങ്ങൾ ഇൽമുൽ ഗൈബ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കുഴപ്പമില്ല. ഷാഫി ഫിഖ് എന്ന പേരിൽ കേരളത്തിൽ ഉള്ള ഒരു ഫിഖിൽ നിന്നാണ് എന്റെ ചോദിക്കാനുള്ളത്. അതിന്റെ പേര് കൂടി പറഞ്ഞാൽ എളുപ്പമായി. മലയാള ബുക്കാണ്. അങ്ങനെ ഒരു ഷാഫി ഫിഖ് ഒരു ബുക്കില്ല. ഇത് കായംകുളത്ത് ഇറങ്ങിയതാണ്. അതായിരിക്കും. അല്ല, ഷാഫി ഫിഖിൽ അങ്ങനെ മലയാള ബുക്കില്ല. അതൊക്കെ അറബിയിലുള്ള ബുക്കാണ്. സുന്നി പണ്ഡിതന്മാർ എഴുതാണ് ആയിരിക്കാം. ആ സുന്നി പണ്ഡിതന്മാർ എന്ന പേരിൽ പലരും ഉണ്ട്. ആളെ പേര് കൂടി പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി. ഈ ബുക്ക് ഉസ്താദിന്റെ എന്താ തരം? ആളെ പേര് കൂടി പറഞ്ഞു, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ചോദിച്ചോളാം, വേണോ വേണ്ടേ. കായംകുളം ഹസനിയ എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ഇറങ്ങി. ഏതായി ഹസനിയ കോളേജ് ഉസ്താദ്? കഴിഞ്ഞില്ലേ കണ്ടോളി? ഇതല്ല ഇതിന്റെ പ്രത്യേകത. കള്ളി പൊളിഞ്ഞു തെബിലീഗ് ആണ്, നിങ്ങൾ വായിച്ചോളൊന്നുമില്ല. തെബിലീഗിന്റെ വലിയ ബുക്ക് എടുത്ത കട്ടിയുള്ള ബുക്ക് എടുത്ത നാട്ടങ്ങൾ വായിക്കണം. ഞാൻ ഇപ്പൊ കാണിച്ചു തരതാ. തെബിലീഗിന്റെ വലിയ ബുക്ക്. നിങ്ങളൊക്കെ ചെറിയ ബുക്കല്ല, എന്റെയൊക്കെ വലിയ ബുക്കാണ്. നിങ്ങളാ പറയണതും പറയാൻ പോണതൊക്കെ തീരണ്ട. ഇതിൽ എത്ര പേജാര്യങ്ങള്? അതല്ല രസം. ഇത് 625 പേജുള്ള ബുക്കാണിത്. ഇതിനെന്താ നിങ്ങൾ ഈ ചെറിയ ബുക്കൊന്നും വായിക്കണം. ഇത് വേണം നിങ്ങൾക്ക് അങ്ങോട്ട് തരാം. വേറെ ചോദിക്കും. അപ്പൊ ഞാൻ വായിക്കണം. ഈ കോളേജ് കാന്തൂർ AP ഉസ്താദിന്റെ ഉസ്താദായ OK ഉസ്താദ് എന്ന് പറയുന്ന ആ പണ്ഡിതനൊക്കെ പഠിച്ച ഒരു
അന്ന് ചിലപ്പോ തെബിലികാരുണ്ടാവില്ലേ അദ്ദേഹം ജോലി മുദരിസായി ജോലി അങ്ങോട്ടൊന്നും പോണ്ട. താഹ മുസ്ലിയാര് വിളിച്ചു 9 കൊല്ലം മൂപ്പര് പഠിച്ചു. പിന്നെ എന്തിനാ AP ഉസ്താദിന്റെ പറഞ്ഞ് AP ഉസ്താദ് ഇപ്പൊ ഒന്നും അറിയിക്കൂടില്ല. പിന്നെ അന്ന് ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തെബിലീഗായതാണ്. അപ്പൊ എന്താ നമുക്ക് അത് ഞാൻ ഇതിന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, നമ്മളെ വിഷയങ്ങള് സുന്നികളെ ഷാഫി അങ്ങനൊന്നും പറഞ്ഞു ചോദിക്കണ്ട. തെബിലീഗർക്ക് ഇങ്ങനെ വാദം ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചോളി, മറുപടി റെഡിയായി കിട്ടും. ഇപ്പൊ സുന്നികള് കാരണം മേക്കട്ട് കയറാൻ നിൽക്കണ്ട. സുന്നികളതല്ല, ബുക്കിലുള്ളത് വായിച്ചോളി. അതായത് തെബിലീഗർ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് വായിക്കും. അതായത് തെബിലീഗേറെ ആ ബുക്കിലുള്ളത് ഇനി പറയും. മനുഷ്യന്റെ മാർഗദർശനത്തിന് ഈ ലോകത്ത് നിരവധി നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. നബിമാരെല്ലാം മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകളുമാണ്. സത്യസന്ധരും പാപമുക്തരും അള്ളാഹുവിന്റെ സന്ദേശവാഹകരുമാണവർ. അവർ അദൃഷ്ടജ്ഞാനികളാണെന്ന വിശ്വാസം ശരിയല്ല. അവരെന്ന് പറഞ്ഞാൽ ആര്? ഈ പ്രവാചകന്മാർ. അവർക്കൊന്നും അദൃശ്യം അറിയില്ലല്ലേ? അത് ഞാൻ ചോദിച്ചിട്ടെന്നാ കഴിഞ്ഞില്ലേ? അതെ, അതിന് മറുപടി പറയണം. അപ്പോഴേ ഷാഫിക്ക് മലയാളത്തിലല്ല അത് ഞാൻ പറയണത്. അത് കായംകുളം ഹസനീന്നല്ല ഇനി ഇറങ്ങല്. അത് ഇമാമികൾ എഴുതിയതാ ഷാഫിക്ക്. അപ്പൊ നിന്റെ ചോദ്യം നിങ്ങൾക്ക് വേഗം വിഷയം തെളിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വിഷയം തീരുമാനാക്കും. അതെന്താ? അപ്പൊ അവർക്ക് അദൃശ്യം അറിയില്ല. ഒറ്റ കാര്യം, കൂടുതലൊന്നും പറയുന്നില്ല, വേഗം തിരിയാ ഒരു കാര്യം. ഈ മലക്ക് എന്ന് പറയുന്നത് ദൃശ്യാണോ അദൃശ്യാണോ? വേഗം ഒന്ന് പറഞ്ഞാണ്. മൈക്ക ഗ്രൂപ്പ് അദൃശ്യം നമുക്കൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ ഇൽമിന്റെ മജ്‌ലിസിൽ മലക്കുകളുണ്ട്. ഖാല റസൂലുള്ളാഹി. നമ്മളാരും മലക്കുകൾ അവിടെ കാണുന്നില്ല. പള്ളികളിൽ മലക്കുകളുണ്ട്. ഖാല റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോ മലക്കുകൾ നേരത്തെ തന്നെ വന്നിരിക്കും. ആദ്യം വരുന്നവരുടെ ലിസ്റ്റ് ഇങ്ങനെ ലിസ്റ്റാക്കും. അങ്ങനെ ആദ്യം വരുന്നവർക്ക് ഒട്ടകം, പിന്നെ വരുന്നവർക്ക് പശു, പിന്നെ വരുന്നവർക്ക് ആട്, പിന്നെ വരുന്നവർക്ക് കോഴി. ഇങ്ങനെ കൂലി കുറഞ്ഞു വരും. വൈകും തോറുന്നൊക്കെ ഉണ്ട്. ഖുതുബ തുടങ്ങിയാലോ തവവും സുഹുഫവും മലക്കുകൾ അവരെ ഏടും പൂട്ടിയിട്ട് ഒരു ഖുതുബ കേൾക്കാനിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ പള്ളിയിലുണ്ട്. നമ്മൾ ആരെങ്കിലും മലക്കുകളെ കണ്ടിട്ടുണ്ടോ? പോക്കാൻ പൂച്ചനെ കണ്ടിട്ടുണ്ടാവും. അതല്ല ഞാൻ ചോദിക്കണം. മലക്കുകളെ കണ്ടിട്ടുണ്ടോ? മലക്കുകളെ കണ്ടിട്ടില്ല. അപ്പൊ മലക്കുണ്ട് എന്ന് ഉറപ്പാണ്, ഞമ്മക്ക് കാണാൻ കഴിയണില്ല. അമ്പിയാക്കന്മാരായ ആളുകൾ മലക്കിനെ കാണുന്നുണ്ടോ ഇല്ലേ? നമ്മൾ വൈക്കീൽ പറയും. കണ്ടിട്ടുണ്ട്, കാണുന്നുമുണ്ട് അല്ലേ? ശരി, മലക്കാണെങ്കിൽ അദൃശ്യമാണ്. മലക്കാണെങ്കിൽ എന്താണ്? അദൃശ്യാണ്. അപ്പൊ അദൃശ്യം അമ്പിയാക്കൾക്ക് അറിയുന്നു. എല്ലാന്ന് പറയല് അദൃശ്യം അമ്പിയാക്കൾക്ക് അറിയുന്ന നിങ്ങൾ സമ്മതിച്ചു. അത് കഴിഞ്ഞു. മനുഷ്യരൂപത്തിലല്ലേ വന്നത് പ്രവാചകന്മാരുടെ അടുത്ത്? അല്ലല്ല, ഒക്കെ മനുഷ്യരെ കൊലത്ത ഇബ്രാഹിം നബിയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവിടെ വർത്താനില്ല. അതിപ്പോ ഓല് മാത്രമല്ല, നമ്മളും കാണും. അതിന് അമ്പിയാ വരിക്കോളൊന്നുമില്ല. മനുഷ്യന്റെ കൊലത്തിൽ വന്നാൽ ഞാനും കാണും, നിങ്ങളും കാണും. നമ്മളെ ചർച്ച അതല്ല. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. സമയം കളയണ്ടെന്ന് ഇരുന്നിട്ടാണ്. ആയിഷ ബീവിയുടെ അരികിൽ വരുന്നു. ആയിഷ ബീവിയോട് റസൂൽ പറയുന്നു, ആയിഷ ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. യഖറഉ അലൈക്കി സലാം, നിനക്കിതാ ജിബ്രീൽ സലാം പറയുന്നു. ആയിഷ ബീവി ഇങ്ങനെ നോക്കുക, എവിടെ ജിബ്രീലിനെ കാണാനില്ല. അപ്പൊ എന്താ ആയിഷ ബീവി കാണുന്നില്ല? മനുഷ്യനല്ല എന്നർത്ഥം. ജിബ്രീൽ മലക്കായിട്ട് വരുന്നു. റസൂലുള്ള കാണുന്നു, സലാം പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അല്ല, ആയിഷ ബീവി ജിബ്രീലിന് സലാം മടക്കുന്നു അലൈഹിസ്സലാം. അപ്പൊ മലക്ക് മനുഷ്യന്റെ കോലത്തിലല്ലാതെ വരുന്നു. 100 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിന്റെ പ്രവാചകന്മാർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. മലക്കാണെങ്കിൽ അദൃശ്യമല്ലേ? അദൃശ്യമാണ്. അപ്പൊ പ്രവാചകന്മാർ അദൃശ്യം അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടുണ്ട്. അദൃശ്യം എന്നറിയുമ്പോൾ എന്തോ ഒരു സാധനം തപ്പിയൊക്കെ എന്താ ഇവിടെ ഏതെങ്കിലും ഒരു നബിക്ക് അങ്ങനെ അനുഭവപ്പെട്ടോ? എന്തോ ഒരു തപ്പ് സാധനം ഇവിടെ വന്നിട്ട് എന്താന്ന് എനിക്ക് പിടുത്തം കിട്ടണില്ല. പടച്ചോനെ തമ്പുരാണ്, എന്താ ഒരു സാധനം തപ്പട അങ്ങനെ വന്നിട്ട് എന്താപ്പത്? അങ്ങനെ ഒരു നബി പറഞ്ഞിട്ടില്ല. ആ വന്ന മലക്കിനെ വഅലൈക്കുമുസ്സലാം വഹയോണ്ട് വന്നതാ. വഴി ഉൾക്കൊള്ളുന്നു, കാണുന്നു, കേൾക്കുന്നു, പറയുന്നു, ഉൾക്കൊള്ളുന്നു. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. എന്തേ? നമ്മൾ സാധാരണക്കാരാണ്. നബിമാരോ അസാധാരണക്കാരാണ്. അവർക്ക് അദൃശ്യമറിയും, അസാധാരണമറിയും, ഗൈബറിയും. ഇത് മാത്രം പോലെ തെളിവ്. വേറെയുള്ള തെളിവുകൾ 100 പറയാനുണ്ട്. ഒറ്റൊന്ന് മാത്രം മതി. ഈ മുജാഹിദുകൾ, ജമാഅത്ത്, തബ്ലീഗ് പറയുന്ന വാദം പൊള്ളയായ വാദമാണ് എന്ന് തെളിയിക്കാൻ. വേറൊരാൾ കൂടി ചോദിക്കാൻ വന്നിട്ടുണ്ട്. ആൾ കൂടി മൈക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കും. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാ യഅലമുൽ ഗൈബ, ഗൈബിനെ അദൃശ്യ ജ്ഞാനത്തെ അറിയൂല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായും നിരുപാധികമായും അല്ലാഹു അല്ലാതെ അറിയില്ല. പിന്നെയോ അല്ലാഹു അറിയിച്ചു കൊടുത്തവരും അല്ലാഹു കഴിവ് കൊടുത്തവരുമായ ആളുകൾക്ക് അദൃശ്യമറിയാൻ കഴിയും. അവർക്ക് അദൃശ്യം അറിയും. അതാണ് അതിന്റെ അർത്ഥം. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
ഇല്ലാ മൻ ഇർതദാ. അള്ളാഹു അവന്റെ അദൃശ്യത്തിന്റെ മേൽ ആരെയും അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ മൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കൊഴിച്ച്. അപ്പൊ അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കും. മിൻ റസൂലിൻ, ഒന്നതാരാണ്? റസൂലാണ്. അതുപോലെ നബിയാണ്, മറ്റ് വലിയാണ്, പലർക്കും അറിയിച്ചു കൊടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഗൈബ് മഹാത്മാക്കൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വിദണ്ഡവാദമാണ്. അത് ഖുർആൻ പഠിക്കാത്ത കുഴപ്പമാകുന്നു. അസ്സലാമു അലൈക്കും. ഇതുവരെയും നടന്ന ചർച്ച അല്ലാഹു തആല പോലെ നമ്മൾ ചോദിക്കപ്പെടുന്നവർക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് ചോദിച്ചാൽ മാത്രമാണ് ശിർക്കാകുന്നത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ്. എന്നാൽ അൽ-ഇഅ്ലാം ബി ഖവാത്തിഉൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സുന്നികൾ പ്രത്യേകിച്ച് ഷാഫികൾ കൂടുതലായി അംഗീകരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, ജഅല ബൈനഹു വ ബൈനല്ലാഹി വസാഇത്ത, അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള വസീലയാക്കൽ, മധ്യവർത്തിയാക്കൽ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായി അദ്ദേഹം എണ്ണുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖുർദി തൻ്റെ ഫത്താവൽ ഖുർദിയിലും ഫത്താവൽ ഖുർദിയുടെ നക്കലായി ബിഗയയിലും പറയുന്നു, അങ്ങനെ അള്ളാഹുവിനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലാണ് ശിർക്കാകൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ. എന്നാൽ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ട് തന്നെയാണ് സഹായിക്കുന്നത്, അഥവാ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ ഖുവ്വത്തുള്ള കഴിവുള്ളൂ എന്ന് വിശ്വസിച്ചാൽ പോലും അത് കബീഹായ പ്രവർത്തനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പണി ചെയ്യാതിരിക്കലാണ് വേണ്ടത് എന്നല്ലേ കബീഹായ പ്രവർത്തനമാണ് എന്നതിൽ നിന്നും ഷാഫിഈ പണ്ഡിതൻ തന്നെ പറയുന്നത്. അത് നിങ്ങൾക്ക് പറ്റിയ തെറ്റിദ്ധാരണയാണ്. ബിഗിയ ഞാനിന്ന് കിതാബ് എടുത്ത കൂട്ടത്തിൽ അൽമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ തന്നെ വെച്ചു. അതൊന്നും ഇപ്പം ഇവിടെ ചോദ്യം ഉണ്ടാവില്ലേക്കാരം എന്ന് കരുതിയിട്ട്. നിങ്ങളാ വായിച്ച കിതാബ്, അതിലെന്താ വിഷയം? ആ ബിഗിയയിൽ തന്നെ നോക്കിയാൽ, ആ ഖുർദിയിൽ തന്നെ നോക്കിയാൽ കാണാം, ഇസ്തിഗാസയും തവസ്സുലും തശഫുഉം ഒക്കെ പുണ്യകർമ്മമാണ്, അനുവദനീയമാണ്. നമ്മളെ മശായിഖന്മാരും പൂർവീകർ 14 നൂറ്റാണ്ട് കാലമായി നിലനിന്ന് വരുന്ന അംറുൻ മഹബൂബുൻ എന്നാ പറഞ്ഞത്. അംറുൻ മഹബൂബുൻ, അത് പുണ്യകർമ്മമാകുന്നു, ആർക്കും തർക്കമേ ഇല്ല. പിന്നെ എന്താണ് ഇതിൽ ഈ പറഞ്ഞത്? ഇപ്പൊ ഇയാൾ ഉദ്ധരിച്ച ഇബാറത്തിൽ പറഞ്ഞത് അത് കാണാം, അമ്മാ ജാലുൽ വസായിത്തീന. ആദ്യം തവസ്സുൽ ഇസ്തിഗാസന്റെ ഹുക്കുമുകളും അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം പിന്നെ എഴുതാണ് അമ്മാ ജാലുൽ വസായിത്ത്. എന്നാ പിന്നെ ഒരു ജാലുൽ വസായിത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അതോ അതിന്റെ സംഗതി എന്താണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അമ്മാ ജാലുൽ വസായിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തിരിഞ്ഞു, അത് ആദ്യം പറഞ്ഞ തവസ്സുലും ഇസ്തിഗാസത്തിനും പറ്റിയല്ല, അത് വേറെന്തോ ഒന്നാണ്. അതെന്താ സംഗതി? ആളുകളിൽ ചില ആളുകൾ ചെയ്യാറുള്ള ഒരു പണിയുണ്ട്. ഏതെന്താ? ഈ ശൈത്താൻ സേവ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവിടെ കണ്ടോ എനിക്കറിയില്ല, ഇവിടെ ഈ കൂടുതൽ ഉണ്ടാകാൻ തോന്നുന്നത്. പിന്നെ അതായത് ഈ ചേക്കുട്ടി പാപ്പ, അതുപോലെ തന്നെ മറ്റേ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ പറയും. കണ്ടോ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ബിഗിയാണ് ആദ്യം വായിക്കുന്നത്. ബിഗിന്റെ ആദ്യത്തെ തവസ്സുലും ഇസ്തിഗാസയും അനുവദനീയമാണ് എന്നുള്ള ഇബാറത്ത് ഞാൻ വായിക്കാം. അത്തവസ്സുലു ബിൽ അംബിയാഇ വൽ ഔലിയാഇ ഫി ഹയാതിഹിം വ ബഅദ വഫാതിഹിം മുബാഹുൻ ശർഅൻ. തവസ്സുൽ എന്നത് അമ്പിയാക്കൾ ഔലിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ ഫി ഹയാതിഹിം, അവരുടെ ജീവിതകാലത്ത്, വ ബഅദ വഫാതിഹിം, വഫാത്തിന് ശേഷവും, അത് ശർഅൻ നിലക്ക് അനുവദനീയമാണ്. മുബാഹുൻ ശിർക്കല്ല, അനുവദനീയം തന്നെയാണ്. കമാ വറദത് ബിഹി സുന്നത്തു സ്വഹിയ, സ്വഹിയായ സുന്നത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ തെളിവ് ഹദീസ് ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ തവസ്സുൽ, അതുപോലെ നേരത്തെ കണ്ണിന് കാണാത്ത കാഴ്ച ഇല്ലാത്ത സ്വഹാബി ഒന്ന് തവസ്സുൽ ചെയ്തത്, ഹദീസ് ശരീ, അങ്ങനെ വല്ലദീ തലഖൈനാഹു അൻ മശായിഖിനാ, നമ്മളെ ഉസ്താദുമാരും ഷെയ്ഖുമാരിൽ നിന്ന് നമ്മൾ എത്തിച്ച ബസലയും അങ്ങനെ തന്നെയാണ് വിഷയവും. വഹുമൻ മശായിഹിം, അവരവരുടെ ഉസ്താദുമാരിൽ നിന്ന്, വഹലും മജറ, അങ്ങനെ പോകട്ടെ. അന്നദാലിക ജായിസുൻ സാബിതുൻ, അത് അനുവദനീയമാണ്, അത് സ്ഥിരപ്പെട്ടതാണ്. ഫി അഖ്താരിൽ ബിലാദി, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അനുവദനീയമായ കാര്യം തന്നെയാണ്. വഹുമുൻ ആഖിലൂന ലനാ ശരീഅ, അവരാണല്ലോ പൂർവികരായ ഉസ്താദുമാരും മശായിഖുമാരും, അവരാണല്ലോ നമുക്ക് ശരീഅത്ത് എത്തിച്ചു തന്നിട്ടുള്ളവർ. അവരൊക്കെ ഇത് അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ച സംഗതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് അത് കുറെ വിശദീകരിച്ച അതിന് തെളിവുകളും ന്യായങ്ങളും വിഷയങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, എന്നാൽ പിന്നെ ജാലുൽ വസായിത്തി. കണ്ടോ, ഇതൊക്കെ ഇതിനൊരുപാട് തവസ്സുൽ കണ്ടോ,
അമ്മ തവസ്സുലു ബിൽ അംബിയാഇ വസ്വാലിഹീന ഫഹുവ അംറുൻ മഹബൂബുൻ, അത് വളരെ പുണ്യകരമായ കാര്യമാണ്. സാബിത്തുൻ ഫിൽ അഹാദീസി സ്വഹീഹ, അത് സ്വഹീഹ ഹദീസുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വഖദ് അത്ബഖു അലാ ത്വലബിഹി, അത് ആവശ്യപ്പെടാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൽ സബത്ത തവസ്സുലു ബിൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ അമലുകൾ കൊണ്ട് തവസ്സുൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വഹിയ അഅറാളുൻ, അത് അഅറാളുകളാണ്. ഫബി സബാത്തി ഔല, അറന്നുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ധാത്തുകൊണ്ട് ഏതായാലും പറ്റും, കാരണം അത് മുസക്കയാണ്, ഇത് മുസക്കിയാണ്. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാ അമ്മാ ജഅലുൽ വസായിത്തി, തവസ്സുൽ ഇസ്തിഗാസന്റെ ഭർത്താവെന്നല്ല, പിന്നെ ജഅലുൽ വസായിത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണ്? ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, ഈ ചെയ്യുന്ന പണി. ഫഇൻകാന യദഉഹും കമാ യദഉല്ലാഹു തആല ബിൽ ഉമൂരി, അത് ഈ ശൈത്താൻ സേവയിൽ അള്ളാഹുവിനോട് ദ്വാരക്കുന്നത് പോലെ ഈ ശൈത്താന്മാരോട് അല്ലെങ്കിൽ പിശാചുക്കളോട് ഈ മാധ്യമമാക്കി വെച്ചിട്ടുള്ള ഈ ഘടകങ്ങളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഒത്താശൊന്നുമില്ലാതെ ഇവർക്ക് തന്നെ, ഈ ശൈത്താന്മാർക്ക് തന്നെ, ഈ പിശാചുക്കൾക്ക് തന്നെ, ഈ സേവക്കാർക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നും വിശ്വസിക്കുകയാണെങ്കിൽ ഫഹുവ കുഫറുൻ, അപ്പൊ അത് കുഫർ തന്നെയാകുന്നു. മഹാൻ പറയാണ്, അക്ബറാണെങ്കിൽ അത് കുഫറാണ്. വൈങ്കാന മുറാദുഹു, നീ ഓരോ ഉദ്ദേശം, ഇവർക്ക് അങ്ങനെ സ്വന്തമായ കഴിവൊന്നുമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ അള്ളാഹു തന്നെയാണ്. എന്നാലും ഈ ശൈത്താന്മാരെ, ഈ സേവക്കാരായ ആൾക്കാരെ അടയാളമാക്കിയ കാര്യമുണ്ട് എന്നാണോ? ഫല്ലാഹിറു അദമു കുഫ്രിഹി, എന്നാൽ അത് കാഫിർ ആണ് എന്നതിനെ പറ്റി പറഞ്ഞൂടാ. വൈങ്കാന ഫിഉലുഹു ഖബീഹൻ, ആ ചെയ്യണ പണി അത്ര ഗുണമുള്ള പണിയല്ല. കാരണം ശൈത്താൻ സേവയുള്ളത്, ചേക്കുട്ടി ബാബന്റെ സേവയുള്ളോ, അത് ചെയ്യാൻ പാടില്ല. അതാണ് വിഷയം. തവസ്സുലും ഇസ്തിഗാസും ചെയ്യാൻ പറ്റൂലേ എന്നുള്ള വർത്താനം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അത് നേരത്തെ പണ്ഡിതൻ പറഞ്ഞു, അത് അനുവദനീയമാണ്. അംറുൻ മഹബൂബുൻ, അത് പുണ്യകർമ്മമാകുന്നു, പുണ്യകരമായ പ്രവൃത്തിയാകുന്നു. ഒരു കുഴപ്പമില്ല, നമ്മളെ പൂർവികരായ ആളുകളൊക്കെ ചെയ്തു വന്ന കാര്യവുമാകുന്നു. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം ഏതോ അത് നമ്മുടെ തവസ്സുലും ഇസ്തിഗാസയുമല്ല. തവസ്സുലും ഇസ്തിഗാസയും ഏതോ അത് ജഅലുൽ വസായിത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതും അല്ല. ഇതാണ് അതിന്റെ മറുപടി.